ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മളിത് ഒരു ജനറൽ വീഡിയോയാണ് എടുക്കുന്നത്. ജെൻഡർലെസ് ആണിത്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് പോകാം. ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ, എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ 5 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ 5 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ എന്തിലോ പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറേ പ്രശ്നമില്ല എങ്കിൽ മറ്റ് ചിലരുടേതായ വാക്കുതർക്കങ്ങൾ, മറ്റു ചിലരുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി ജോലി കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സൊസൈറ്റിയിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കിങ് ഓഫ് സ്കോഡിന്റെ എനർജിയാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ വളരെ നല്ല ഹൈ എനർജിയിൽ ഇരിക്കുകയാണ് നിങ്ങളെന്ന് കാണുന്നത്. നിങ്ങൾ പലരും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കണം എന്നുള്ള വിചാരത്തോടു കൂടി നിങ്ങളുടെ വാക്കിന് വില ഉണ്ടാവണം, നിങ്ങളുടെ പ്രവർത്തിക്ക് വില ഉണ്ടാവണം. ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കണം ഇനിയെങ്കിലും. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾ ഒരു നല്ല വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ആദരവ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഈ 5 ഓഫ് കോയിൻസിന്റെ എനർജിയിലൂടെ ആയിരിക്കണം ചിലപ്പോൾ ഇവിടെയും വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്നത്. സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ചിലപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ഇവിടെ അത് തന്നെയാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം, അതുമല്ല എങ്കിൽ അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിമിത്തം എന്തോ ഒരു ചെറിയ സെപ്പറേഷനിലൂടെ കടന്നു പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു ചില വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുമായിട്ട് ഒക്കെ നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാമ്പത്തികമായ പ്രശ്നം ഉണ്ടായിരിക്കണം കൂടുതലായിട്ട്. നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ അത് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുണ്ടോ എന്തോ ഒക്കെയും ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യൽ ലോസ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അത് വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, മുന്നോട്ട് വരാം. പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്താഗതിയിൽ ഇവിടെ സർവ്വതും സഹിച്ചു കഴിഞ്ഞുകൂടുന്ന എനർജി. ചുറ്റിനും ഒരു വേലിക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇതിലിരിക്കാം, അവർ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ മറ്റു യാതൊരു ബാധ്യതകളും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം. ഇനി അതുമല്ല എങ്കിൽ മറ്റു ചിലരാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കണം എന്നുള്ള ആഗ്രഹം കുറച്ചുണ്ട്. പക്ഷെ മുഴുവനായിട്ട് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്.
അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തീർത്തും ഒരു തീരുമാനത്തിൽ ഉറച്ച് ആ തീരുമാനത്തെ നടപ്പിലാക്കണമെന്ന് അതിയായ മോഹത്തോടുകൂടി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വലിയ കെട്ടുപാടിൽ നിന്നും ഏത് വലിയ ബന്ധനങ്ങളിൽ നിന്നും മുക്തരാവാൻ കഴിയും. നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ്, അത് ടോക്സിക് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, എനിക്കിനി ഇത് വയ്യ, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ എന്നുള്ള ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. പിന്നീട് അത് വേണ്ടെന്ന് വെക്കാം. അത് നിമിത്തം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ മതിയാവും. ഇനി അതുമല്ല, വീടുകളിലാണെങ്കിൽ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവാം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ പുറത്ത് കടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതിയില്ല, വീട്ടുകാരുടെ അനുമതിയില്ല, അനുവാദമില്ല, ഒക്കെയും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് രക്ഷപ്പെടുകയാണ് വേണ്ടത്. നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല ഇത്തരം ഒരു കെട്ടുപാടിലിരിക്കാൻ. ഹാപ്പിനെസ് ആണോ, സ്വാതന്ത്ര്യമാണ് അത് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരിക. ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിച്ച് തീർക്കാവുന്ന കാര്യമാണെങ്കിൽ അത് പരിഹരിച്ച് തീർക്കുക തന്നെ വേണം എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിറഞ്ഞ സ്നേഹം, നിങ്ങളിലേക്ക് നിറഞ്ഞ സ്നേഹം വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന സ്നേഹം, ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തികൾ ഏതെങ്കിലും കേസ് സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾ കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തികളെ അവിടെ നല്ലൊരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ്. ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബസഹിതം കുട്ടികളും ഒത്തുചേർന്ന് ഇവിടെ ഒരുപാട് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്ന എനർജിയാണ്, അത് അനുഭവിക്കുന്ന എനർജിയാണ്, ഈ സന്തോഷത്തെ അനുഭവിക്കുന്ന എനർജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടിച്ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാനുള്ള സാധ്യത. ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട്, ഇനി അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ അവിടെയൊക്കെ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും ഉണ്ടാവണം. പക്ഷെ ഈ ഒരു സമയത്ത് അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവികമായ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നീതി നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നതുമായിട്ടുമാണ് നമുക്ക് ഇവിടെ ഈ എനർജി വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ. ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ തടസ്സമുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. ഇനി അതുമല്ല വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവിടെയെല്ലാം നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നു. കണ്ടില്ല, ഇവിടെ എംപ്രസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണും. ഒത്തിരി ഭാഗ്യം വരുന്ന സമയമാണ് ഇപ്പോൾ. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ്. അതുവഴി മറ്റുള്ള ചക്രാസ് ആക്റ്റീവ് ആവുകയും നിങ്ങൾക്ക് അതുവഴി സാമ്പത്തികപരമായ ഉയർച്ച വരുന്നുണ്ട്. പ്രോസ്പെറിറ്റി, ഐശ്വര്യം, ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും അബണ്ടൻസിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അബണ്ടൻസിലിരിക്കണം. നിങ്ങളെല്ലാം ഇപ്പോഴും അബണ്ടൻസിലിരിക്കണം. മനസ്സിലായോ? ഞാൻ അബണ്ടന്റ് ആണ് എന്നൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവണം.
ആ ഒരു ബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും അത് ഇങ്ങനെ ഉണ്ടാവണം, ആ ഒരു ചിന്ത. മനസ്സിലായി? അല്ലാതെ എനിക്കൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് വേർഡ്സുകളെ ഉപയോഗിക്കാനേ പാടില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഹൈ എനർജിയിലേക്ക് വരാൻ സാധിക്കും. അത് സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഗൈഡൻസ് തേടി മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കുന്ന എനർജിയാണിത്. മനസ്സിലായി? അതുപോലെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളിൽ അബണ്ടൻസ് നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണിത്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല പ്രവർത്തികളിലേക്ക് അതിലേക്ക് ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കണം. മറ്റുള്ളവരോടുള്ള അസൂയ, വിദ്വേഷം ഒന്നും പാടില്ല. നല്ലതിലേക്ക് വേണ്ടി മാത്രം നല്ല കർമ്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ്. മനസ്സിലായി? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചിരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരുടെ നല്ലതായിട്ട് പെരുമാറുക, ഈ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. മനസ്സിലായി? അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി വരുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ആരോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് സ്നേഹം തരാൻ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തോ മെസ്സേജ് അയക്കുന്ന എനർജിയാണ്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്തോ കാര്യം പറയാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് ആരോ വരുന്നുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ നോക്കിയിരിക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണോ, മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ല എങ്കിൽ ആ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ജീവിതത്തിൽ, അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? എത്ര ദൂരത്തു നിന്നാണെങ്കിലും അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെ വളരെ ഒരു സ്പീഡിലുള്ള ഒരു ആക്ഷനാണ് ഇവിടെ നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്നത്, നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒന്നുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് ലവ് പ്രപ്പോസ് ചെയ്യാനായിരിക്കും, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് വരാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൾ വരാനും ആയിരിക്കാം. ഇവിടെ 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 10 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തോ ബർഡൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാരം സഹിച്ച് നിങ്ങൾക്കത് തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നു. ചിലപ്പോൾ ചിലർക്ക് റിട്ടയർമെന്റിന്റെ സമയമാവാം. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും ഓഫീസ് വക കാര്യങ്ങളൊക്കെ, വർക്കുകളൊക്കെ ചിലപ്പോൾ ചെയ്ത് തീർക്കാനുള്ള സമയമായിട്ടുണ്ടാകും. നിങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എന്നിട്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം. ഇനി അതുമല്ലെങ്കിൽ കുടുംബത്തിലാവാം, നിങ്ങൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ തീർക്കണമെന്ന് ആഗ്രഹിക്കാം. ഇനി അതുമല്ല എങ്കിൽ ഇഷ്ടമല്ലാത്ത റിലേഷൻഷിപ്പിൽ കുടുങ്ങിയിട്ട് അതൊരു ഭാരമായിട്ട് തോന്നിക്കൊണ്ട് അതിനെ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കാമല്ലോ അല്ലെ? എന്തായാലും ശരി, ഇവിടെ ഇത് നിങ്ങൾ തീർക്കാൻ പോകുന്നു, തീർത്തിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഭാരമായിട്ട് തോന്നും. അത് ജോലിയായാലും ബന്ധങ്ങളായാലും. പലപ്പോഴും മനസ്സിൽ വിചാരിക്കും ഇത് ഒന്ന് തീർക്കണം, തീർത്തിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ ശരിയായിട്ട്, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, മാറ്റങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിലായാലും, സാമ്പത്തികപരമായാലും അതുപോലെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് അത്തരത്തിലൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്.
ഇവിടെ 5 of Cups എനർജിയാണ് ഇവിടെ. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു നഷ്ടബോധത്തിന്റെ എനർജിയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അങ്ങനെ ചില ചിന്തകളിൽ കഴിഞ്ഞുകൂടുന്നു. ആഗ്രഹിച്ചതൊന്നും ലഭിക്കുന്നില്ല, നേടാൻ കൊതിച്ചതൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് മാത്രം എല്ലായ്പ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നു. അത് പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, മറ്റു പല പ്രോഗ്രസ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാടുള്ള വ്യക്തികളായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുന്നത്? അങ്ങനെയാണ് വിചാരിക്കണം. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ എല്ലായ്പ്പോഴും വിഷമിച്ചുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. കാരണം നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് അപൂർവമായിട്ട് പോലും തിരിച്ചു കിട്ടുന്നില്ല. വല്ലപ്പോഴും ചില അപൂർവം കാര്യങ്ങൾ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത്. തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷയുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കണ്ട. മനസ്സിലായി? കാരണം അതുകൊണ്ടൊരു പ്രയോജനമില്ല. പിന്നെ എന്തിന്? പിന്നെ അപ്പൊ നിങ്ങൾക്ക് നാളത്തേക്കുള്ള നിങ്ങളുടേതായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഫർട്ട് എടുക്കൂ. ആ ഓരോ മിനിറ്റിനും ഓരോ നിമിഷങ്ങൾക്കും വിലയുണ്ടെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. നമുക്ക് വന്നിരിക്കുന്ന 4 of Swords എനർജിയാണ്. കാരണം ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായോ? ഓവറായിട്ടുള്ള തിങ്കിങ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 5 of Swords എനർജിയാണ്. കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചീറ്റിങ്ങിന്റെ എനർജിയാണ്. മറ്റുള്ളവരെ എങ്ങനെയും നിരാശപ്പെടുത്തിയാലും മറ്റുള്ളവരെ വിഷമിപ്പിച്ചാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം എന്നുള്ള ഒരു ഒരു സ്വാർത്ഥതാ മനോഭാവം, അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഓവർ തിങ്കിങ്ങിൽ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓവർ തിങ്കിങ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, വീണ്ടും നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. എല്ലായ്പ്പോഴും ഓവർ തിങ്കിങ്ങിലാണെങ്കിൽ എന്താണ്? എനർജി ഡൗൺ ആയിക്കൊണ്ട് ഉറക്കമില്ലായ്മ വരും. മനസ്സിലായി? ആ ഉറക്കമില്ലായ്മ നിങ്ങളെ വീണ്ടും മറ്റൊരു അസുഖത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് അനാവശ്യകരമായ കാര്യങ്ങളിൽ എനർജി വേസ്റ്റ് ആക്കരുത്. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കബളിപ്പിക്കണമെന്നുള്ള ചിന്ത ആവശ്യമില്ല. അത് അങ്ങനെയും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? കാരണം അപ്പോൾ ചിന്തിക്കേണ്ട എന്താണ്? എല്ലാവരും മനുഷ്യരാണ്. എന്നെ പോലെയുള്ള നല്ല ഒരു സോളാണ് മറ്റൊരു വ്യക്തി. അതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യവും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് മനസമാധാനം കിട്ടുന്നത്. മനസ്സിലായോ? ആരോടെങ്കിലും ഒരു പ്രതികാരം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എനർജി കുറയുന്നത് നിങ്ങളുടെയാണ്, അല്ലാതെ അവർക്കൊന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ എനർജി കുറയ്ക്കാൻ പാടില്ല. പ്രതികാരം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വേണ്ട, സാരമില്ല. നിങ്ങൾ ഡിവൈനിലേക്ക് ലെറ്റ് ഗോ ചെയ്താൽ മതിയാകും. 2-3 ഒറക്കിൾ കാർഡ്സും കൂടി ഒന്ന് എടുക്കാവേ. ഇവിടെ സോറോയാണ്. വളരെയധികം ദുഃഖിച്ചിരിക്കുന്നത്. എന്താണ്? ആരുമില്ല എന്നുള്ള വിചാരമായിരിക്കണം. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോസിബിലിറ്റീസ് 2 കാർഡ്സ് കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ പറയാവേ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടേണിങ്ങിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ഒരു പ്രേരണ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, മനസ്സിൽ നിന്നും ഓവർ തിങ്കിങ്ങിൻ്റെതായ ഒരു പ്രേരണ ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്.
മനസ്സിന് സമാധാനമായ ഒരവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോവുക അത്യാവശ്യ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് സോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തയിൽ കഴിയുന്നു. ആരുമില്ല എന്നുള്ളത് ആരാണ് നിങ്ങളെ ആരുമില്ലാത്തവരാക്കിയത്? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എനർജിയുമായിട്ട് മാച്ച് ആവുന്നില്ല. ആ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സഹായമുണ്ടാവും. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഇവിടെ പോസിബിലിറ്റീസ് ആണ്, അതിന് ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റിയ ചില അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ചില ജോലി സാധ്യതകളാവാം, ഇനി സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യതകളാവാം, ഇനി എന്താണോ കിട്ടത്തില്ല എന്ന് ഇതുവരെയും മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ലഭിക്കാവുന്നതാണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയോ അല്ല എങ്കിൽ അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷേ ഒരു സമൂഹത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ സമൂഹം എങ്ങനെയാണോ പൊതുവെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ എതിർത്ത് ജയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്ന ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്നർ വോയിസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്ന എനർജി ഉണ്ട്. ഇവിടെ പലരും സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഉൾവിളികൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സക്സസിന് കാരണമാകും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല സമാധാനവും കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ടേണിംഗ് ഇൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ബോട്ടം വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമാധാനപരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.